ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ ഹിന്ദി മലയാളം സിനിമകളാണല്ലോ വർഷങ്ങൾക്ക് ശേഷം ബഡേ മിയാൻ ചോട്ടേ മിയാൻ. ഈ രണ്ട് സിനിമകളിലെയും രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയപ്പെടുന്ന കഥാപാത്രങ്ങളുടെ റോൾ ഉപേക്ഷിച്ച രണ്ട് താരങ്ങളുടെ റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ വൻ താരനിര കൊണ്ട് സമ്പന്നമായ ഒരു വിനീത് ശ്രീനിവാസൻ സിനിമയാണ്. തമിഴിലെ തന്നെ വിലപിടിപ്പുള്ള സംവിധായകനാണല്ലോ ലോകേഷ് കനകരാജ്. ലോകേഷ് സിനിമ ഉപേക്ഷിച്ചു, സിനിമയിൽ ഒരു റോൾ ഉപേക്ഷിച്ചു എന്നാണ് വിനീത് ശ്രീനിവാസൻ നേരത്തെ സിനിമയുടെ പ്രൊമോഷൻ വേളയിൽ അറിയിച്ചത്. സോണി ലിവിൽ OTT റിലീസ് ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ തമിഴ് പശ്ചാത്തലത്തിലുള്ള കഥാപാത്രമായ കലേഷ് രാമാനന്ദ് അവതരിപ്പിച്ച ഇന്ദ്രധനുഷ് എന്ന കഥാപാത്രമായിട്ടായിരുന്നു ലോകേഷ് കനകരാജ് സിനിമയിൽ എത്തേണ്ടിയിരുന്നത്. എന്തായാലും ലോകേഷ് സിനിമ ഉപേക്ഷിച്ചതായിരുന്നു എന്നാണ് നേരത്തെ വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ അറിയിച്ചത്. ലിയോ എന്ന സിനിമയുടെ റിലീസ് കാരണമുള്ള തിരക്കുകളാലാണ് ലോകേഷ് സിനിമ ഉപേക്ഷിച്ചത് എന്നാണ് വിനീത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെ നോക്കിയാലും ലോകേഷ് സിനിമയിൽ നിന്നും പിന്മാറിയത് വളരെ നന്നായി എന്ന് നിസ്സംശയം പറയാം. കാരണം അത്തരത്തിലുള്ള ഒരു ട്രോൾ മെറ്റീരിയൽ കഥാപാത്രം തന്നെയാണ് ഇന്ദ്രധനുഷ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ലോകേഷ് എങ്ങാനും അഭിനയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ തമിഴ്നാട്ടിലും അതൊരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറിയനെ. എന്തായാലും അതിനെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്താ? കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്ത ഹിന്ദി സിനിമയാണല്ലോ ബഡേ മിയാൻ ചോട്ടേ മിയാൻ. വലിയ താരനിര ഭാഗമായ 300 കോടിയിലേറെ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ വൻ ദുരന്തമായ സിനിമയിൽ പൃഥ്വിരാജ് ആയിരുന്നുവല്ലോ വില്ലൻ വേഷത്തെ അവതരിപ്പിച്ചത്. പൃഥ്വിരാജ് സുകുമാരൻ അവതരിപ്പിച്ച വില്ലൻ വേഷത്തിനെ കുറിച്ച് തിയേറ്ററുകളിൽ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായെങ്കിലും OTT റിലീസിന് ശേഷം നമ്മുടെ മലയാളി ഓഡിയൻസിനിടയിൽ ഒരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ബഡേ മിയാൻ ചോട്ടേ മിയാൻ സിനിമയിലെ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രവും മറ്റൊരു മലയാളി താരം തന്നെ ഉപേക്ഷിച്ച കഥാപാത്രമാണ് എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അത് മറ്റാരും തന്നെയല്ല, നമ്മുടെ കുഞ്ഞിക്ക ദുൽഖർ സൽമാനാണ് ബഡേ മിയാൻ ചോട്ടേ മിയാൻ എന്ന സിനിമയിലെ വില്ലൻ വേഷം ഉപേക്ഷിച്ചത്. അതിന്റെ കാരണം ദുൽഖറിന്റെ തന്നെ കരിയറിലെ അന്നത്തെ വമ്പൻ മാസ് എന്റർടൈനർ സിനിമയായ കിങ് ഓഫ് കൊത്തയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിനാലാണ്. 2023 തുടക്കത്തിലായിരുന്നു ബഡേ മിയാൻ ചോട്ടേ മിയാൻ എന്ന സിനിമയുടെ ചിത്രീകരണം എല്ലാം തന്നെ നടന്നത്. എന്തായാലും ദുൽഖർ ബഡേ മിയാൻ ചോട്ടേ മിയാൻ എന്ന സിനിമയിലെ റോൾ ഉപേക്ഷിച്ചത് നന്നായി എന്ന് തന്നെയാണ് ഇതിനോടകം തന്നെ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട്.